ഇനി എൻ്റെ വീട് വേറെയാണല്ലേ. ഡോ വിഷമാണോ? ഉം. ഒന്നുമില്ല. വിഷമിക്കണ്ട, നമുക്ക് ഡെയിലി വീട്ടിൽ പോവാം. ഇല്ല, അത് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഓക്കെ ആയിട്ടിരിക്കെ. എനിക്ക് വല്ലാണ്ട് ദാഹിക്കുന്നു. എനിക്ക് ഒരു കുപ്പി വെള്ളം വാങ്ങിത്തരാമോ? വെള്ളം വേണോ? ഓക്കെ, ഞാൻ വാങ്ങിച്ചുകൊണ്ടുവരാം. പേഴ്സ് എടുക്കാതെയാണോ പോയത്? കാലി പേഴ്സ്. മനുഷ്യന്റെ പൈസ ഇല്ലല്ലോ ഈ പേഴ്സിനകത്ത്. ഇതാരെയാ? ഈ പെണ്ണിനെ കാണാൻ എന്നെ പോലെ ഉണ്ടല്ലോ. എടി, ഈ പെണ്ണ് ആരെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതാടാ വെള്ളം. വേണ്ട, ദാഹിക്കുന്നെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ദാഹിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ വെച്ചേക്കാവേ. എന്നാലും ആരായിരിക്കും അത്? ഡോ, നമ്മൾ എത്ര ആഗ്രഹിച്ചാണല്ലോ ഈ ഒരു ദിവസം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് തൻ്റെ അടുത്ത്. സ്ഥിര വയ്യ, തലവേദന എടുക്കുന്നു. എന്ത് പറ്റി? തലവേദന എടുക്കുന്നോ? എന്തിനും വേണോ? ഇല്ല ഇല്ല, ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ, റെസ്റ്റ് എടുത്തു. തലവേദന ഉണ്ടായിരിക്കും, വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. എടി അറിയാം, പക്ഷേ കൊച്ചിപ്പോൾ ജീവനോടെ ഇല്ല. അവൾക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അതിൽ പ്രഗ്നൻ്റ് ഒക്കെ ആയി. അവൻ ചതിച്ചതാ, പക്ഷെ അവൻ ആരെന്ന് ഇതുവരെ അറിയത്തില്ല. ഇത്ര വലിയൊരു കുരുക്കില് കൊണ്ടിട്ടത്. ആ ചെക്കനും പെണ്ണ് വന്നല്ലേ, എല്ലാരും വാ, എല്ലാരും വാ. ഡോ, ഇതാ നമ്മുടെ വീട്. എങ്ങനെയുണ്ട്? ഇഷ്ടമായ? ഉമ്മ. മോളെ വാ, കേറി വാ, കേറി വാ. ആ ഹായ്, ഫുഡ് കഴിച്ചായിരുന്നോ? ഉമ്മ ഒന്ന് നോക്കിക്കോളേ, ഞാനൊന്ന് അങ്ങോട്ട് ഇല്ലട്ടെ. ആഹാ, പുതിയ പെണ്ണ് വന്നല്ലോ. ചോദിക്കട്ടെ, വാ വാ. നിന്റെ പെണ്ണിനെ ഒന്ന് പ്രാങ്ക് ചെയ്യട്ടാ. വേണ്ട വേണ്ട, അത് വേണ്ട. ഓ അവന്റെ ഒരു കേറ്. പുതുതായിട്ടൊക്കെ ഒരു വീട്ടിലോട്ട് മാറി വന്നല്ലേ. അതൊക്കെ ചെയ്തായിരുന്നോ? ആ എടാ കണ്ണെടുക്കടാ. പോടാ. ആ മോളെ വളയൊക്കെ നോക്കട്ട്. ഇത് എത്ര പവൻ വരും? ഇതത്തത് ഒരു 2 എനിക്ക് വരത്തുള്ളൂ. ആശിത എന്തായത്, നിങ്ങൾ തുടങ്ങിയാ? സാരമില്ലമ്മ, ഇത് കുഴപ്പമില്ല. എല്ലാ അമ്മായിയാരും കൂടെ വളയാണല്ലേ. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. മോള് റൂമിലോട്ട് ചെല്ല്. ശരി അമ്മ. ആ മോളെ പിന്നെ കാണാം. ഉമ്മ. എന്താടാ? അവിടെ അവിടെ. ആ കൊച്ചിന്റെ റൂമിലോട്ട് പറഞ്ഞോട്ട്. ആ മോളെ ഇരിക്കിരിക്കി. മോളെ കയ്യൊന്ന് നീട്ടി. ഞാൻ പ്രത്യേകിച്ച് വാങ്ങിയതാണ്. ആ കൊള്ളാം, നല്ല രസമുണ്ട്. കുറച്ചന് എപ്പോഴും ഉമ്മായും അബ്ബായും ഒന്ന് വരിക, അവരോട് കാര്യം പറഞ്ഞാലോ? വേണ്ട. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവർ കല്യാണം നടത്തിയത്. സഹിക്കാം. എന്താ മോളെ, വിഷമമാണോ? ഒന്നുമില്ലമ്മ. വിഷമിക്കണ്ട കേട്ടോ. ഉമ്മ. എന്താടാ? ഉമ്മ വന്നേ. ചെക്കന് പറ്റുന്നില്ല കേട്ടാ. ഉമ്മ, ആ റൂമിൽ നിന്ന് പെണ്ണുങ്ങളൊന്ന് ഇറക്കി തരാമോ? അതെന്തിന്? എന്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു, എടുക്കണം. ആ എനിക്കറിയാം നിന്റെ എന്ത് സാധനം അവിടെ ഇരിക്കുന്നതെന്ന്. ചക്കരയില്ലേ? ഉമ്മ ഒന്ന് പറയും. ഡേ എല്ലാരും ഒന്ന് ഇറങ്ങി, അവനെന്തോ എടുക്കണോന്ന്. ആ നമ്മളിതാ പോന്നേ. എല്ലാരും ഇറങ്ങ്, നമ്മക്കറിഞ്ഞൂടെ എന്തിനാന്ന്. ഹായ്. ബോറടിച്ചാ? ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരരുത്. പ്രാങ്ക് കളിക്കുന്നില്ലേ, എനിക്കറിയാം. മേലാൽ എൻ്റെ കൈ തൊട്ട് പോരുത്. എനിക്കറിയാം. കൈവിട്. എന്ത് പറ്റി? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാത്തത് എൻ്റെ ഉമ്മാനെ വാപ്പാനെ ഓർത്തിട്ട് മാത്രമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? പറയ്, ഇവിടെ ആരാ പറഞ്ഞത്? ഞാൻ ചോദിക്കാം. ഈ ലോകത്തിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തന്നെയാണ്. തനിക്കൊക്കെ മനസ്സാക്ഷി ഉണ്ടാവും. കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമായിരുന്ന. ഞാൻ എന്ത് ചെയ്തെന്നാ താൻ പറയുന്ന? തൻ്റെ അഭിനയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും, നമുക്ക് പറഞ്ഞു തീർക്കാം. ഈ മുഖം മൂടി അണിഞ്ഞിട്ട് നിക്കണ്ട എൻ്റെ ഫ്രണ്ടില്. ഇവിടെ താൻ എന്തായി പറയുന്ന? തന്നെ എൻ്റെ ഭർത്താവായിട്ട് ഞാൻ അംഗീകരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അത്രയ്ക്കും വെറുപ്പാണ്. അറപ്പൊന്നുവാ ഇങ്ങനെ ഒരാളാണെങ്കിൽ കല്യാണം കഴിച്ചെന്ന് ആലോചിക്കുമ്പോൾ. ദയവ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിൽ നിന്നൊന്ന് പോകണം. തനി പറഞ്ഞതൊക്കെ എനിക്ക് എത്രത്തോളം വിഷമം എന്ന് താൻ ആലോചിക്കണം. ഈ റൂമിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോ. എടോ, ഓക്കെ ശരി. നീ റൂമിലോട്ടല്ലേ, ആ കൊച്ചൊറ്റക്കല്ലേ ഉള്ളൂ. അമ്മ
സമയമുണ്ടല്ലോ അമ്മ, 10 മണിയല്ലേ ആയുള്ളൂ. ഓ, അമ്മ അടുത്ത് ഞാൻ എങ്ങനെ പറയും? അവൾ എൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. നീ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, അങ്ങോട്ട് ചെല്ല്. അമ്മ ഞാൻ പോവാം. ആ പിന്നെ പോ മോളെ, നമ്മളങ്ങോട്ട് പോന്നേ. ആ ശരി ശരി. നീ എന്താ അവിടെ കിടന്ന് പരുങ്ങുന്ന? ഒന്നുമില്ല, പോന്ന്. ഉമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. അവരൊക്കെ ഉറങ്ങിയിട്ട് ഞാൻ പുറത്തോട്ട് പോയിക്കോളാം. അതുവരെ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ആ ഓക്കെ.